ഈ ഒരു വർഷകാലത്ത് നമ്മുടെ പൂച്ചെടികളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ഇപ്പൊ എന്തിന് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ധാരാളമായിട്ട് പൂത്ത് നല്ല രീതിയിലാവാനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രോപ്പ് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ ചെടികളൊക്കെ പൂത്തുല്ലസിച്ച് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇപ്പം മഴക്കാലമൊക്കെ അങ്ങെത്തി, എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ? മഴയുടെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഇല്ല, എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കൃഷിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. എത്ര മഴ പെയ്താലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ഒപ്പം കൂട്ടുന്നതാണ് നമ്മുടെ കൃഷി. പക്ഷെ അപ്പൊ കൃഷി നമുക്ക് എല്ലാവരുടെ ഒരു പ്രശ്നം എന്താണ്? കീടബാധ വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഈ മഴക്കാലത്ത് നമുക്കൊരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത്. അതായത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് മഴക്കാലത്ത് കീടബാധകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് പുഴുവിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒലിച്ചു പോവുമല്ലോ അല്ലെ? അപ്പോൾ അത് ഒലിച്ചു പോവാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നീം ഓയിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചോളൂ. അതില് ഇത് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് മഴ ഒഴിഞ്ഞു നിന്നാൽ മതി. പിന്നീട് 5 മിനിറ്റിന് ശേഷം മഴ പെയ്താലും ഒരു പ്രശ്നവും വരില്ല. അതൊക്കെ ആ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ടാഗ് ഹെൽപ്പർ എന്നാണ് ഇതിന്റെ പേര്. പണ്ട് ഈ ടാഗിന്റെ തന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു ഒരു 2 വർഷം മുന്നേ. ഇപ്പൊ അത് നിർത്തി, അതിന് പകരമായിട്ട് ടാഗ് ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി ഉപകാരമാണ്. 5 മിനിറ്റ് എന്താണെങ്കിലും മഴ ഒഴിഞ്ഞു നിൽക്കും. ആ സമയത്ത് ഓടിപ്പോയി ഒന്ന് സ്പ്രേ ചെയ്ത് വരാൻ പറ്റും നമുക്ക്. അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. 70 രൂപയാണ് വില വരുന്നത്. ഇത് നിങ്ങൾക്ക് അടുത്ത് കിട്ടാനുണ്ടെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ ഇത്രയുടെ ആവശ്യം നമുക്കില്ല, ഒരു ഡ്രോപ്പാണ് ആവശ്യം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറിയ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം. അതല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് 2-3 പേരായിട്ട് ഷെയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ലാന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഗ്രൂപ്പിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇടാം. അതുവഴി ഗ്രൂപ്പിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുക. ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതാണിത്. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഡോളോമേറ്റും. ഈ മഴക്കാലത്ത് നമുക്ക് ഡോളോമേറ്റും അതുപോലെ തന്നെ സ്യൂഡോമോണസും നമുക്ക് കരുതി വെക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയ വാട്ടോ ഫംഗൽ ഇൻഫെക്ഷനോ വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടനെ തന്നെ കൊടുക്കാനുള്ളതാണ് സ്യൂഡോമോണസ്. അപ്പൊ സ്യൂഡോമോണസും കരുതി വെക്കണം നമ്മൾ. ഡോളോമേറ്റ് അതായത് മണ്ണിന്റെ pH കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോളോമേറ്റ് കൊടുക്കുക. ഇപ്പൊ നിലത്ത് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? കുമ്മായം വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് വെതറി കൊടുക്കുക. കുമ്മായം പറമ്പിൽ ധാരാളമായിട്ട് വെതറി കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ pH ഒന്നും പ്രശ്നമില്ലാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ കുമ്മായം, ഡോളോമേറ്റ്, സ്യൂഡോമോണസ്, പിന്നെ നീം ഓയിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് വാങ്ങി വെക്കുക. അപ്പൊ ഈ ഒരു ടിപ്പ് പറയാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ വളരെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.